ഹലോ മക്കളെ, വെൽക്കം ടു എക്സാമിനർ. മിഷാൻ സാറാണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നുള്ള ചാപ്റ്ററിലെ 6th പാർട്ടുമായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ചെറിയൊരു ബോക്സ് ആണ്. ഓക്കെ, മക്കളെല്ലാവരും ശ്രദ്ധിച്ചിരുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് മാധ്യമം, മീഡിയം. ഏതൊക്കെയാണ് ഉള്ളത്? വായുണ്ട്, വാട്ടർ ഉണ്ട്, ജലമുണ്ട്, ഗ്ലാസ് ഉണ്ട്, ഡയമണ്ട് ഈ വജ്രമുണ്ട്. ഓക്കെ, നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് ഇതിനൊരു കോഡ് തന്നിട്ടുണ്ട്. നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. ഓക്കെ, എയർ ഉണ്ട്, വായുണ്ട്, വാട്ടർ ഉണ്ട്, ജലമുണ്ട്, ഗ്ലാസ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, വജ്രമുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ സ്പീഡ് എങ്ങനെ ഓർത്ത് വെക്കുക? സ്പീഡ് ഓർത്ത് വെക്കാൻ എല്ലാത്തിൻ്റെ കൂടെ എന്തുണ്ടാവും? × 10⁸ m/s² ഉണ്ടാവും. അത് ആദ്യമേ പഠിച്ചു വെക്കുക. സ്പീഡാണോ × 10⁸ m/s ഉണ്ടാവുന്നത്? എൻ്റെ മക്കൾ പഠിച്ചു വെച്ചേ. പ്രയാസമുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി നോക്കിട്ടോ, ആദ്യത്തെ ആക്ക് 3, പിന്നെ 2.25, പിന്നെ 2, പിന്നെ 1.25. 3, 2.25, 2, 1.25. പറഞ്ഞേ, 3, 2.25, 2, 1.25. നോക്കടാ, ആദ്യം 3, പിന്നെ 2.25, പിന്നെ 2, 1.25. പഠിക്കുക എളുപ്പം. 3, 2.25, 2, 1.25. ആഹാ, കിടിലം. എന്നാൽ ഇത് പോരാ, ഇത് മാത്രം പോരാ. ഇത് സ്പീഡ് മാത്രമല്ല പഠിച്ചിട്ടുള്ളൂ. നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നുകൂടെ ഉണ്ടല്ലോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടെ നമ്മൾ പഠിക്കാൻ പോകുക. എന്താണ് N? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള എൻ്റെ മക്കൾ ഓർമ്മ ഉണ്ടാവണം കേട്ടോ. എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അപവർത്തനാങ്കാണ്. ഓക്കെ, അപവർത്തനാങ്കം ഇതേപോലെ പഠിക്കാം. ആദ്യത്തെ ആക്ക് 1, പിന്നെ 1.33, 1.5, 2.4, 1, 1.33, 1.5, 2.4. ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴും, കാരണം ഇത് SSLCയുടെ ഒരു എക്സാമിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് 1 മാർക്കിന് ഡയമണ്ടിൻ്റെ ഒപ്റ്റിക്കൽ ലെൻസിൻ്റെ ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിച്ചിരുന്നു, ഒന്ന് ഓർത്ത് വെക്കാം. പ്രയാസങ്ങളൊന്നുമില്ല. 1, 1.33, 1.5, 2.4. ഓക്കെ, സിമ്പിൾ ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇനി 4 പാർട്ട് കൂടെയാണ് ഈ ചാപ്റ്റർ തീരാനുള്ളത്. ആവേശത്തോടെ മക്കൾ കാത്തിരിക്കുന്നതെന്ന് അറിയാം. ഓക്കെ, നിങ്ങളുടെ വാല്യുബിൾ കമൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ മറക്കരുത്. വീണ്ടും നമുക്ക് കാണാമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. ഗുഡ് ബൈ.